വെറും വാക്കുകൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സാധിക്കുമോ? സാധിക്കും. ഒരു ജനതയുടെ മനസ്സ് മാറ്റി ഒരു ആഭ്യന്തര യുദ്ധത്തിന് തന്നെ തിരികൊളുത്തിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒന്നായി കണക്കാക്കപ്പെടുന്ന മാർക്ക് ആന്റണിയുടെ ആ പ്രസംഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ വാചകം, ബ്രൂട്ടസ് ഒരു മാന്യനാണ് എന്ന് ആന്റണി തന്റെ പ്രസംഗത്തിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇതിലാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ തന്ത്രവും ഒളിഞ്ഞിരിക്കുന്നത്. കേൾക്കുമ്പോൾ ബ്രൂട്ടസിനെ പുകഴ്ത്തുകയാണെന്ന് തോന്നുമെങ്കിലും ഓരോ തവണ ആവർത്തിക്കുമ്പോഴും ആ വാക്കുകളുടെ മുനയൊടിക്കുകയായിരുന്നു അദ്ദേഹം. അതെ, ആന്റണി പറഞ്ഞത് ഒന്നായിരുന്നു, പക്ഷേ ഉദ്ദേശിച്ചത് നേരെ മറിച്ചും. വാക്കുകൾക്ക് പിന്നിൽ ഒളിപ്പിച്ച ആ തന്ത്രം, ഒരു ജനതയുടെ ചിന്തയെ തന്നെ കീഴ്മേൽ മറിച്ച ആ തന്ത്രം, അതെന്തായിരുന്നു? നമുക്കൊന്ന് വിശദമായി നോക്കാം. അപ്പോ നമുക്ക് ആന്റണിയുടെ ആ പ്രസംഗത്തെ ഒന്നു കീറിമുറിച്ച് പരിശോധിക്കാം. എങ്ങനെയാണ് അദ്ദേഹം വാക്കുകളെ ഒരു ആയുധം പോലെ ഉപയോഗിച്ച് ഒരു ജനതയെ തന്റെ വരുതിയിലാക്കിയത് എന്ന് നോക്കാം. ആദ്യം തന്നെ ആന്റണി സംസാരിക്കാനെത്തിയ സാഹചര്യം എത്രത്തോളം അപകടം നിറഞ്ഞതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. റോം അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ്. ജനങ്ങൾ സീസറിന്റെ കൊലപാതകത്തെ ഒരു മഹത്തായ കാര്യമായി കണ്ട് അതിനെ ന്യായീകരിച്ച് നിൽക്കുന്ന സമയം. അപ്പോൾ അവിടെ അതുവരെ എന്താണ് സംഭവിച്ചത്? ചുരുക്കി പറഞ്ഞാൽ, സീസർ റോമിലെ ഏറ്റവും ശക്തനായ നേതാവായി വളർന്നു. അദ്ദേഹം ഒരു രാജാവായി സ്വയം പ്രഖ്യാപിക്കുമോ എന്ന് പലരും ഭയന്നു. അവസാനം അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് ബ്രൂട്ടസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സെനറ്റർമാർ ചേർന്ന് അദ്ദേഹത്തെ വധിച്ചു. അതിനുശേഷം ബ്രൂട്ടസ് ജനങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് സീസറിനെ കൊന്നത് രാജ്യത്തിനു വേണ്ടിയുള്ള ഒരു നല്ല കാര്യമാണെന്ന് ജനങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെയുള്ള ഒരു ജനക്കൂട്ടത്തിന്റെ മുന്നിലേക്കാണ് ആന്റണി കടന്നുവരുന്നത്. അപ്പോ ആന്റണിയുടെ മുന്നിലുള്ള വെല്ലുവിളി എന്താണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. തന്റെ പ്രിയ സുഹൃത്തിനെ കൊന്നവരെ വീരന്മാരായി കാണുന്ന, ആ കൊലപാതകത്തിൽ സന്തോഷിക്കുന്ന ഒരു ജനക്കൂട്ടം. അവരുടെ മനസ്സ് മാറ്റിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് അസാധ്യമായ ഒരു ദൗത്യമായിരുന്നു അത്. ഇനി ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ആന്റണിക്ക് തോന്നിയ പോലെ സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. ബ്രൂട്ടസ് ചില നിബന്ധനകൾ വെച്ചിരുന്നു. ഗൂഢാലോചനക്കാരെ കുറ്റപ്പെടുത്തരുത്, സീസറിനെ പുകഴ്ത്തി അവരെ മോശക്കാരാക്കരുത്. ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വേണമായിരുന്നു അദ്ദേഹത്തിന് തന്റെ ലക്ഷ്യം നേടാൻ. ഇവിടെയാണ് നമ്മൾ ആന്റണിയുടെ പ്രതിഭ കാണാൻ പോകുന്നത്. നേരിട്ട് ഒരാളെയും കുറ്റം പറയാതെ ബ്രൂട്ടസിന്റെ വാദങ്ങളെ ഓരോന്നായി എങ്ങനെയാണ് അദ്ദേഹം തകർത്തതെന്നും ജനങ്ങളുടെ വികാരങ്ങളെ എങ്ങനെയാണ് ആളിക്കത്തിച്ചതെന്നും നമുക്ക് നോക്കാം. ബ്രൂട്ടസിന്റെ പ്രധാന ആരോപണം സീസർ ഒരു അധികാരമോഹിയായിരുന്നു എന്നാണല്ലോ. അതിന് ആന്റണി നൽകിയ ആദ്യത്തെ മറുപടി ഇതായിരുന്നു: യുദ്ധത്തടവുകാരിൽ നിന്ന് ലഭിച്ച മോചനദ്രവ്യം കൊണ്ട് രാജ്യത്തിന്റെ ഖജനാവ് നിറച്ച ഒരാൾ എങ്ങനെയാണ് സ്വാർത്ഥനായ ഒരു അധികാരമോഹിയാവുന്നത്? ഈ ഒരു ചോദ്യം ജനങ്ങളെ ചിന്തിപ്പിച്ചു തുടങ്ങി. അടുത്തതായി ആന്റണി അവരുടെ തലച്ചോറിനെയല്ല, ഹൃദയത്തെയാണ് തൊട്ടത്. അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു, പാവപ്പെട്ടവർ കരഞ്ഞപ്പോൾ സീസറും കൂടെ കരഞ്ഞിട്ടുണ്ട്. അധികാരത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന കഠിനഹൃദയനായ ഒരാൾക്ക് പാവപ്പെട്ടവരുടെ കണ്ണീരിൽ പങ്കുചേരാൻ സാധിക്കുമോ? ഈ ചോദ്യം അവരുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി. ഇതാണ് ആന്റണിയുടെ തുറുപ്പുചീട്ട്. ബ്രൂട്ടസിന്റെ ഏറ്റവും വലിയ ആരോപണത്തെ അദ്ദേഹം പൂർണ്ണമായും തകർത്തു. ഒരു ഉത്സവത്തിനിടയിൽ താൻ തന്നെ സീസറിന് രാജകിരീടം വെച്ചുകൊടുക്കാൻ ശ്രമിച്ചതും 3 തവണയും അദ്ദേഹം അത് നിരസിച്ചതും ആ ജനക്കൂട്ടം നേരിൽ കണ്ടതാണ്. ഇതാണോ അധികാരമോഹം എന്ന ചോദ്യത്തിനു മുന്നിൽ അവർക്ക് ഉത്തരം മുട്ടി. അപ്പോ ആന്റണിയുടെ തന്ത്രം വളരെ വ്യക്തമായിരുന്നു അല്ലേ? 4 ഘട്ടങ്ങൾ. ആദ്യം, ഞാൻ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ് അവരെ ശാന്തരാക്കി. പിന്നെ ചെറിയ ചോദ്യങ്ങളിലൂടെ അവരുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം തന്റെ ദുഃഖം പ്രകടിപ്പിച്ച് അവരുടെ സഹതാപം പിടിച്ചുപറ്റി. അവസാനം ആ സഹതാപത്തെ പ്രതികാരത്തിനുള്ള ഒരു തീയായി ആളിക്കത്തിച്ചു. ആന്റണിയുടെ പ്രസംഗം അതിന്റെ ലക്ഷ്യം കണ്ടു. വെറും നിമിഷങ്ങൾക്കുള്ളിൽ അതുവരെ ബ്രൂട്ടസിനെ പുകഴ്ത്തിയിരുന്ന ജനക്കൂട്ടം നിയന്ത്രിക്കാനാവാത്തൊരു ലഹളസംഘമായി മാറി. അതിന്റെ അനന്തരഫലങ്ങൾ അതിരൂക്ഷമായിരുന്നു. ജനങ്ങൾ സീസറിനു വേണ്ടി പ്രതികാരം ചെയ്യാൻ തെരുവിലിറങ്ങി. ബ്രൂട്ടസിനും കൂട്ടർക്കും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. റോമിന്റെ അധികാരം ആന്റണിയുടെ പക്ഷത്തെത്തി. രാജ്യം ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി. എല്ലാം തുടങ്ങിയത് ഒരൊറ്റ പ്രസംഗത്തിൽ നിന്നാണ്. ഷേക്സ്പിയറിന്റെ ഈ നാടകം നമുക്ക് നൽകുന്ന പാഠം കാലാതീതമാണ്. അത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ്. ആന്റണിയുടെ ഈ വാക്കുകൾ ആ നിമിഷത്തെ കൃത്യമായി വരച്ചുകാട്ടുന്നു. അവിടെ യുക്തിക്ക് സ്ഥാനമില്ലാതായി വികാരങ്ങൾ മാത്രം നിറഞ്ഞു. ആന്റണി ലക്ഷ്യം വെച്ചത് അവരുടെ വികാരങ്ങളെയായിരുന്നു. അദ്ദേഹം അതിൽ 100% വിജയിക്കുകയും ചെയ്തു.
ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് സ്വയം ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. ശക്തമായ വാക്കുകൾ കേൾക്കുമ്പോൾ അതിന്റെ പിന്നിലെ തന്ത്രങ്ങളെയും ഉദ്ദേശ്യങ്ങളെയും കുറിച്ച് നമ്മൾ എത്രത്തോളം ആലോചിക്കാറുണ്ട്? ഒരു പക്ഷേ ആന്റണിയുടെ ഈ പ്രസംഗം ഒരു ഓർമ്മപ്പെടുത്തലാണ്, എപ്പോഴും ജാഗരൂകരായിരിക്കാൻ.